ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ്, അക്കൗണ്ട് ഗ്രൂപ്പ്സ്, ഐറ്റംസ്, ജനറിക് നെയിംസ് തുടങ്ങിയവ ഒറ്റ നോട്ടത്തിൽ ഓവറോളായി കാണാനുള്ള എളുപ്പമാർഗമാണ് എക്സ്പ്ലോറർ വ്യൂ. മെനു ബാറിലുള്ള വിൻഡോ എന്ന മെനുവിലെ എക്സ്പ്ലോറർ വ്യൂ എന്ന സബ് മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്പ്ലോറർ വ്യൂവിൻ്റെ ലിസ്റ്റ് സ്ക്രീനിൻ്റെ ഇടത്ത് വശത്ത് വരുന്നതാണ്. ഇവിടെ കാണുന്ന അക്കൗണ്ടിൻ്റെ നേരെയുള്ള പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ഓരോന്നും താഴോട്ട് ലിസ്റ്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണാവുന്നതാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഇതിൻ്റെ കൂടുതൽ പ്രയോജനങ്ങൾ പറയാം. ഏതെങ്കിലും ഐറ്റംസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നിരിക്കട്ടെ. ക്രിയേറ്റ് മെനുവിൽ നിന്ന് ഐറ്റം വിൻഡോ എടുക്കുന്നു. ഇവിടെ ഐറ്റം നെയിമിൻ്റെ ഫീൽഡിൽ ഐറ്റത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിച്ചെടുത്ത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എക്സ്പ്ലോറർ വ്യൂവിലെ ഐറ്റത്തിൻ്റെ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ കാണാം. വേണ്ട ഐറ്റം നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഐറ്റം വിൻഡോയിൽ വന്നതായി കാണാം. ഇതുപോലെ ഏത് ഐറ്റവും ഒറ്റ ക്ലിക്കിൽ അതിൻ്റെ വിൻഡോയിൽ വരുന്നതാണ്. ലോക്ക് ചെയ്ത ഐറ്റംസ് ഐറ്റം ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ലോക്ക്ഡ് ഐറ്റംസും എക്സ്പ്ലോറർ വ്യൂവിൽ കാണാം. അതിൻ്റെ ലോക്ക് മാറ്റണമെങ്കിൽ എക്സ്പ്ലോറർ വ്യൂ വഴി ഒറ്റ ക്ലിക്കിലെടുത്ത് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഐറ്റത്തിൻ്റെ പല സപ്ലയേഴ്സിൽ നിന്നുള്ള പർച്ചേസ് റേറ്റും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റോക്കും എല്ലാം ഒരുമിച്ച് കാണണമെങ്കിൽ അഡീഷണൽ കീ പ്രസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പർച്ചേസ് റേറ്റിൻ്റെ ലിസ്റ്റും ബാച്ച് ലിസ്റ്റും എടുത്തിടുക. എന്നിട്ട് ഈ എക്സ്പ്ലോറർ വ്യൂവിൽ വേണ്ട ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഐറ്റം വിൻഡോയിൽ ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും പർച്ചേസ് റേറ്റ് ലിസ്റ്റിൽ കഴിഞ്ഞ പർച്ചേസുകളിൽ ആ ഐറ്റത്തിൻ്റെ റേറ്റ്സും ബാച്ച് ലിസ്റ്റിൽ ഇപ്പോഴുള്ള സ്റ്റോക്കും ഒരുമിച്ച് കാണാം. ഇങ്ങനെ ഒരു വിൻഡോയ്ക്കനുസരിച്ച് എല്ലാ വിൻഡോസും ലിസ്റ്റും റെസ്പോണ്ട് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഐറ്റം ലിസ്റ്റിലുള്ള ഐറ്റംസിനെ നമുക്ക് പല രീതിയിൽ ഫിൽട്ടർ ചെയ്തു കാണാം. ഐറ്റം ലിസ്റ്റിൽ മുകളിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫിൽറ്റർ ചെയ്യാനുള്ള ലേബൽസും അതിൻ്റെ ഫീൽഡും കാണാം. ഐറ്റംസിനെ ജനറിക് നെയിം, ടൈപ്പ്, ഷെഡ്യൂൾ, മാനുഫാക്ചറർ, സപ്ലയർ എന്നിവ വെച്ച് ഫിൽറ്റർ ചെയ്യാം. സപ്ലയർ എന്ന ലേബൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എക്സ്പ്ലോറർ വ്യൂവിൽ നിന്ന് സപ്ലയറിൻ്റെ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് ഒരു സപ്ലയറിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ സപ്ലയർ എന്ന ലേബലിൻ്റെ സൈഡിൽ സെലക്ട് ചെയ്ത സപ്ലയറിൻ്റെ പേര് വന്നതായി കാണാം. താഴെയായി ഈ സപ്ലയർ സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ് മാത്രം കാണാം. അതുപോലെ ഒരു ജനറിക് നെയിമുള്ള ഐറ്റംസ് എല്ലാം കാണണമെങ്കിൽ ജനറിക് നെയിം എന്ന ലേബൽ ഇവിടെ സെലക്ട് ചെയ്യുക. എക്സ്പ്ലോറർ വ്യൂവിൽ നിന്ന് ഏതെങ്കിലും ഒരു ജനറിക് നെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ ഐറ്റം ലിസ്റ്റിൽ ആ ജനറിക് നെയിമുള്ള ഐറ്റംസ് മാത്രമായി കാണാം. ഒരു മെഡിസിൻ തന്നെ വ്യത്യസ്ത പേരുകളിൽ ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ ഒറ്റ മെഡിസിനാക്കി മെർജ് ചെയ്യാൻ ഇതിൽ സാധിക്കും.
ഇവിടെ ഡോളോ 650 എന്നും ഡോളോ 650 ടാബ് എന്നും രണ്ട് പേരിലാണ് ഡോളോ 650 കിടക്കുന്നത്. ഇപ്പോൾ ഡോളോ 650യിൽ ഒരു ബാച്ചും ഡോളോ 650 ടാബിൽ 2 ബാച്ചും സ്റ്റോക്കുണ്ട്. ഈ ഡോളോ 650യെ നമുക്ക് ഡോളോ 650 ടാബുമായി മെർജ് ചെയ്യാം. അതിന് എക്സ്പ്ലോറർ വ്യൂവിൽ ഐറ്റത്തിൽ നിന്നും മെർജ് ചെയ്യേണ്ട ഐറ്റംസിനെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഓരോന്നും സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഏത് ഐറ്റത്തിലേക്കാണ് ഇവ മെർജ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മെർജ് ഐറ്റംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇങ്ങനെ മെർജ് ചെയ്യുന്ന ഐറ്റംസ് പിന്നെ തിരിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ഈ ആക്ഷനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. ഈ ഫീൽഡിൽ Y എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെർജ് ചെയ്ത ഐറ്റംസ് ഒറ്റ ഐറ്റമായി മാറിയത് കാണാം. ഇപ്പോൾ ഡോളോ 650 ടാബ് എന്ന ഐറ്റം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാച്ചിൽ ഇപ്പോഴുള്ള സ്റ്റോക്ക് 3 ബാച്ച് ആയതായി കാണാം. അതായത് ഡോളോ 650യുടെ സ്റ്റോക്കും ഇതിൽ ആഡ് ആയതായി മനസ്സിലാക്കാം.